ബംഗ്ലാദേശിൽ ക്ഷേത്രത്തിന് നേരെ വീണ്ടും ആക്രമണം. ഇസ്ലാമിസ്റ്റുകൾ ധാക്കയിൽ ഇസ്കോൺ ക്ഷേത്രം കത്തിച്ചു. ഇന്ന് പുലർച്ചെയാണ് ധാക്കയിലെ ക്ഷേത്രത്തിന് തീയിട്ടത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇവിടെ ബംഗ്ലാദേശിൽ വീണ്ടും ആക്രമണം നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇസ്കോൺ ക്ഷേത്രത്തിലാണ് തീയിട്ടതെന്നും അറിയാൻ സാധിക്കുന്നു. ഇതിന് പിന്നിലും ഇസ്ലാം ഭീകരർ തന്നെയാണോ? മാത്രവുമല്ല, ഈ ഒരു അതിക്രമത്തിന് ഒരു അറുതിയില്ല എന്ന് തന്നെയാണോ? ദേവിക, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും അതോടൊപ്പം തന്നെ ഹൈന്ദവ ക്ഷേത്രത്തിനും നേരെയുള്ള അക്രമങ്ങൾ അവസാനിക്കുന്നില്ല. ലോകത്തൊട്ടാകെ വലിയ പ്രതിഷേധം ഈ ഹൈന്ദവ വിരുദ്ധ കലാപത്തിന് നേരെ ഉയരുന്ന ഘട്ടത്തിൽ പോലും ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ ഈ ആക്രമണം തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മറ്റൊരു ക്ഷേത്രം കൂടി ബംഗ്ലാദേശിൽ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ധാക്ക അടങ്ങുന്ന പ്രദേശം, അതായത് ധാക്ക ജില്ലയിൽ തന്നെയാണ് ഈ ക്ഷേത്രം തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതും ഇസ്കോണിന് കീഴിലുള്ള ഒരു ക്ഷേത്രമാണ് തകർത്തിരിക്കുന്നത്. ധാക്കയിലെ ദിനാട്ട് എന്ന ഗ്രാമപ്രദേശത്തിലാണ് ഇത്തരത്തിൽ ഒരു ക്ഷേത്രം തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്നത്. ഇസ്കോൺ നേതൃത്വം വിശദീകരിക്കുന്നത് ഇന്ന് പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് അക്രമികൾ ഈ ക്ഷേത്രം തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ക്ഷേത്രം പൂർണ്ണമായി തന്നെ കത്തിച്ചിരിക്കുകയാണ്. വിഗ്രഹങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. നാരായണ ലക്ഷ്മി മന്ദിർ എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട മൂർത്തി ലക്ഷ്മി ദേവിയാണ്. അതുകൂടാതെ തന്നെ മറ്റ് ഉപദേവതകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ശ്രീകോവിലും അതോടൊപ്പം തന്നെ ഉപദേവതകളുടെ ശ്രീകോവിലും ഉൾപ്പെടെ പൂർണ്ണമായി കത്തിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇസ്കോണിൻ്റെ ഔദ്യോഗിക വക്താവ് തന്നെ എക്സിലൂടെ വിശദീകരിച്ചിരിക്കുന്നത്. ഈ കലാപത്തിനിടയിൽ, അതായത് ഈ ഹിന്ദു വിരുദ്ധ കലാപത്തിൻ്റെ 2ാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കിയ ശേഷം പിന്നീട് അതൊരു ഹിന്ദു വിരുദ്ധ കലാപമായി ഇതിൻ്റെ ആദ്യഘട്ടം നടന്നിരുന്നു. അതിൻ്റെ 2ാം ഘട്ടം ഈ നവംബർ 25-ന് സന്യാസി കൃഷ്ണദാസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ആരംഭിച്ച കലാപമാണ് ഇപ്പോഴും തുടരുന്നത്. ഇതിനിടയിൽ 3 ക്ഷേത്രങ്ങൾ പൂർണ്ണമായി തന്നെ ഇതിനകം തകർത്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ നവംബർ 25 മുതൽ ഇന്നിപ്പോൾ ഡിസംബർ 7 വരെയുള്ള കാലയളവിൽ, അതായത് 2 ആഴ്ചക്കിടയിൽ നിരവധി ക്ഷേത്രങ്ങൾ ഭാഗികമായി തകർത്തു. അതുകൂടാതെ 3 ക്ഷേത്രങ്ങൾ നേരത്തെ തന്നെ ചിറ്റഗോങ്ങിൽ ഉൾപ്പെടെ പൂർണ്ണമായി തകർത്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ 4ാമത്തെ ക്ഷേത്രം പൂർണ്ണമായി തകർത്തിരിക്കുകയാണ്. ഈ തവണ മണ്ണെണ്ണ ഒഴിച്ച് അഗ്നിക്കിരയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശിൽ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് നമുക്ക് ഈ ഏറ്റവും ഒടുവിൽ നമ്മൾ നൽകുന്ന ഈ ഒരു റിപ്പോർട്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പ്രധാനപ്പെട്ട മൂർത്തിയുടെ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ കത്തിച്ചിരിക്കുകയാണ്. ക്ഷേത്രം പൂർണ്ണമായി തന്നെ അഗ്നിക്ക് ഇരയാക്കിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 2-നും 3-നും ഇടയിലാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇസ്കോൺ നൽകുന്ന വിശദീകരണം. ദേവിക, ബംഗ്ലാദേശിൽ ക്ഷേത്രത്തിന് നേരെ വീണ്ടും അതിക്രമം ഉണ്ടായിരിക്കുന്നു. ഇസ്ലാമിസ്റ്റുകൾ ധാക്കയിൽ ഇസ്കോൺ ക്ഷേത്രം കത്തിച്ചു. ഇന്ന് പുലർച്ചെയാണ് ധാക്കയിലെ ക്ഷേത്രത്തിന് തീയിട്ടത്. ഡൽഹിയിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത് ഗൗതം അനന്തനാരായണൻ.